ഈ കാട്ടാന ആക്രമണങ്ങൾ സ്ഥിരം വാർത്തയായി വരികയാണ്. നിരവധി ആളുകൾ അങ്ങനെ മരിക്കുന്നു. വന്യജീവികളുടെ ആക്രമണം. ഇടുക്കിയിൽ നിന്നാണ് ഒരു വാർത്ത വരുന്നത്. ഇടുക്കി മുള്ളരിങ്ങാട്ടുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അമർ ഇബ്രാഹിമിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമറിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 8:30 മുള്ളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടക്കും. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ തുടരുകയാണ്. അതിന് യാതൊരു അറുതിയുമില്ല. അതിന് ആവശ്യമായ നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതടക്കം ആളുകൾ വലിയ പ്രതിഷേധം, ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്നും അവിടെ ഹർത്താലാണ്. വീണ്ടും ഒരാൾ കൂടി മരിക്കുന്ന സാഹചര്യം. അവിടെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ന് അവിടെ ഹർത്താൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ സുബിൻ തോമസ്. സംബന്ധിച്ച് തുടർച്ചയായ കാട്ടാന ആക്രമണങ്ങളും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിഷ്ക്രിയത്വത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അമർ ഇബ്രാഹിം പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വീടിന് സമീപത്തെ തേക്ക് പ്ലാന്റേഷനിൽ പശുവിനെ അഴിക്കാൻ പോകുന്നതിനിടെ ഈ അമറിനെ കാട്ടാൻ ആക്രമിക്കുന്നതും ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതും ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അമറിന്റെ മൃതദേഹം ഈ മുള്ളരിങ്ങാടുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. 3:30 ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ 8:30 മുള്ളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിലിപ്പോൾ 7:00 അടുക്കുന്ന വീട്ടിലെ മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ നിലവിൽ ആരംഭിക്കുകയാണ്. മറ്റൊരു തന്നെ ഈ ഒരു കബറടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഈ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാളുകളും നൽകുന്ന വിവരം. അതേസമയം കൃത്യമായ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു അമർഷം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പ്രധാനമായും ഈ വനാതിർത്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുള്ളരിങ്ങാട് ഈ അമറിന്റെ വീട് ഇരിക്കുന്ന ഒരു പ്രദേശം. ഏകദേശം 5ഓളം വീടുകളാണ് ഈ വനാതിർത്തിയോട് ഏറ്റവും ചേർന്നുള്ളത്. കൃത്യമായ ഒരു നിരീക്ഷണവും വനംവകുപ്പിന്റെ നിരീക്ഷണവും കൃത്യമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഇതിനു മുമ്പ് കാട്ടാനകൾ വരുന്നുവെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഒരു ആളുകൾക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ആനകൾ എത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇന്നത്തെ സാഹചര്യത്തിൽ അമർ ആനയുടെ മുന്നിൽ പെടുകയും ആന ഗുരുതരമായി തന്നെ ഈ അമറിനെ പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നിലവിൽ അമറിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും ലഭ്യമായിട്ടുണ്ട്. പൊടുന്നനെ ആനയുടെ മുന്നിലേക്ക് തന്നെ പെടുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഈ ആന വരുന്നത് കണ്ട് അമറിനെ ആക്രമിച്ച് ഇടുന്നത് കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും രക്ഷിക്കാനുള്ള ശ്രമം നടത്താൻ പോലും ഉണ്ടായെന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നതെന്നും അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായും ശരി, അത് തന്നെയാണ്. കാരണം എൽദോസിന്റെ മരണം അവിടെ സംഭവിച്ചപ്പോൾ പോലും അനുനയ നീക്കങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായി എങ്കിൽ പോലും കൃത്യമായ നടപടി അവിടെ ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു ഉദാഹരണം തന്നെയാണ് ഇന്നലെ നടന്നൊരു മരണം കൂടി. എന്തായാലും അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ജനങ്ങളെല്ലാം പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ LDF-ന്റെയും UDF-ന്റെയും BJP-യുടെയും ഹർത്താൽ ഇന്ന് വണ്ണപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ പ്രേക്ഷകർ PRP കുറിപ്പടക്കമുള്ള പ്രേക്ഷകർ പറയുന്നത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ള സുരക്ഷ, പാവങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ജനകീയ പ്രതിഷേധം തുടരുകയാണ്. ഇന്നാണ് ആ യുവാവിൻ്റെ ശവസംസ്കാരം.